നമസ്കാരം. ഞാൻ ജയശങ്കർ ഒറ്റപ്പാലം, വള്ളുവനാട് മാട്രിമോണിയൽ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിരുന്നു. അതിന് നമ്മളുടെ ഹിന്ദു കുട്ടികളുടെ വിവാഹം ഡിലേ ആകുന്നത്, പല കാരണങ്ങൾ കൊണ്ട് വൈകി പോകുന്നത് എങ്ങനെ നമുക്ക് ലഘൂകരിക്കാം, അല്ലെങ്കിൽ നിസാര കാരണങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഈ കാരണങ്ങൾ ഒക്കെ എങ്ങനെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നല്ല ഒരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. ജനങ്ങൾ വളരെയധികം എന്നെ വിളിച്ചു പറയുകയൊക്കെ ചെയ്തു, ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്, അപ്പോൾ നന്നായിരുന്നു ആ വീഡിയോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി മുതൽ ദിവസേന 1-2 പ്രൊഫൈലുകൾ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അത് ചിലപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെടട്ടെ. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എങ്ങനെയൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിലും നമ്മളുടെ മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കത്തുള്ളൂ. വളരെ കുറഞ്ഞ പൈസയ്ക്കാണ് നമ്മളുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അതായത് നായർ മേനോൻ കമ്മ്യൂണിറ്റി ആണെങ്കിൽ 600 രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത് 3 മാസത്തേക്ക്. മറ്റുള്ള കാസ്റ്റുകളാണെങ്കിൽ 200 രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര ഡിഫറൻസ് വരുന്നത് എന്ന് പലർക്കും സംശയമുണ്ടാകാം. ഇത്ര ഡിഫറൻസ് വരുന്നതിൻ്റെ കാരണം ഒന്നുമില്ല, അതിൽ ഡാറ്റ കുറവാണ്. പൈസ കുറവുള്ളിടത്ത് ഡാറ്റ കുറവായിരിക്കും, പൈസ കൂടുതലുള്ളിടത്ത് ഡാറ്റ കൂടുതലായിരിക്കും. ഇത് തന്നെയാണ് അതിൻ്റെ ബേസിക് സയൻസ്. അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. വള്ളുവനാട് മാട്രിമോണിയൽ എന്ന് പറഞ്ഞിട്ട് പലരും വിളിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. പക്ഷേ അതൊന്നും എനിക്ക് വേറെ സ്ഥാപനങ്ങളൊന്നുമില്ല. വള്ളുവനാട് മാട്രിമോണി എന്ന് പറഞ്ഞിട്ട് പാലക്കാട്, മലപ്പുറം, ഒറ്റപ്പാലം ഇങ്ങനെ 3 ദിക്കിലായിട്ടാണ് നമ്മളുടെ ഓഫീസുള്ളത്. അപ്പോൾ ഞാൻ തന്നെയാണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ, നമുക്ക് സ്റ്റാഫ് ഇവിടെ ഉണ്ടെങ്കിൽ പോലും രജിസ്ട്രേഷൻ കാര്യങ്ങളിലൊക്കെ ഞാൻ തന്നെ ഇൻവോൾവ് ആവും. കാര്യങ്ങളൊക്കെ ഞാൻ കഴിയാവുന്നത്ര ശ്രദ്ധിക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ കുട്ടികളുടെ വിവാഹം എത്രയും പെട്ടെന്ന് ഭംഗിയായിട്ട് നടക്കാൻ ഏതൊരു പാരൻസ് ആഗ്രഹിക്കുന്നു. അവർക്കൊക്കെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എൻ്റെ ഉത്തരവാദിത്വം. അത് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. വെറും ഒരു മാട്രിമോണിയൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്ത് പോകുന്ന പോലെയല്ല, ഇന്ന പോലെയൊക്കെ ചെയ്യൂ, ഇന്ന പോലെയൊക്കെ ജാതകത്തിനെ പറ്റി സംസാരിക്കൂ, ക്വാളിഫിക്കേഷനെ പറ്റി സംസാരിക്കൂ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് അവർക്കെല്ലാവർക്കും യൂസ്ഫുള്ളാണ് എന്ന് പറയുന്നുമുണ്ട്. എന്തായാലും ഒരു 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഏകദേശം 654 കല്യാണം, കുട്ടികളുടെ കല്യാണം എൻ്റെ അറിവിൽ കഴിഞ്ഞിട്ടുണ്ട്. കുറേ പേര് എന്നോട് പറഞ്ഞിട്ടില്ല, അപ്പോൾ അത് കാരണം എക്സാക്റ്റ് കൗണ്ടൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇന്ന് ഏറ്റവും ആദ്യമായിട്ട് ഒരു പ്രൊഫൈല് പറയാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എത്രമാത്രം ഇത് എഫക്റ്റ് ആവും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാനൊരു ചെറിയ ശ്രമം നടത്തുകയാണ്. അതിൽ അക്ഷയ് ബാലഗോപാലിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അക്ഷയ് ബാലഗോപാലിൻ്റെ സ്റ്റാർ എന്ന് പറയുന്നത് രേവതിയാണ്. അവർ ദോഷം പറഞ്ഞിരിക്കുന്നത്, ചെറിയ ദോഷം പറഞ്ഞിട്ടുണ്ട്. 27 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ആ കുട്ടിക്ക്. നായർ കമ്മ്യൂണിറ്റിയിലത്തെ കിരിയത്തിൽ നായരാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി. 25/10/96 ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ 27 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. 27 കഴിഞ്ഞിരിക്കുന്നു, 28 അടുത്ത ഒക്ടോബറിലേക്ക് 28 ആവും. അപ്പോൾ ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൽ മുംബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് NIT കോഴിക്കോട് നിന്ന് പഠിച്ചു. MBA IIM ഇൻഡോർ നിന്നും പഠിച്ചു. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറായിട്ടാണ്, ഇതൊരു പബ്ലിക് അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറിലായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഏകദേശം 50 തൊട്ട് 60 ലക്ഷം രൂപയുടെ സാലറി ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ
പാരൻസ് താമസിക്കുന്നത് പെരിന്തൽമണ്ണയിലാണ്. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി താമസിക്കുന്നത്. ഈ കുട്ടി വന്നിട്ട് ബോംബെയിലാണ് അവരുടെ ജോലി സ്ഥലം. 173 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്, 68 കിലോ വെയിറ്റ്, നല്ല അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ ആരൊക്കെയെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നോട് പറയൂ, ഇതിൻ്റെ എല്ലാ ഫർദർ ഡീറ്റെയിൽസും ഞാൻ കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഈ അക്ഷയ് ബാലഗോപാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്റ്റാർ ഒന്നുകൂടി പറയാം. രേവതിയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാർ. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ ഒന്നുകൂടെ പറയാം. BTech സിവിൽ എഞ്ചിനീയറിംഗ് NIT എന്നാണ് കോഴിക്കോട്. MBA IIM ഇൻഡോർ എന്നാണ്. 27 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്. അച്ഛൻ വന്നിട്ട് പബ്ലിക് സെക്ടർ ബാങ്കിൽ ഒരു സീനിയർ ഓഫീസറായിരുന്നു. ആൻഡ് അമ്മ വന്നിട്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ഇതിലെ ടീച്ചറാണ്, എയ്ഡഡ് സ്കൂൾ ടീച്ചറാണ്, ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.